ഒരു തുള്ളി ചോരയൊഴുക്കാതെ പാകിസ്ഥാന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയല്ലേ ഈ നയതന്ത്ര നീക്കം, പ്രത്യേകിച്ച് സിന്ധു നദീജല കരാറിൽ നിന്നുള്ള പിന്മാറ്റം അതുകൊണ്ട് ഇന്ത്യ ലക്ഷ്യമിടുന്നത്? വിജയകുമാർ, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ നീക്കം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗം കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ ആ നിലയിൽ തന്നെയാണ്. അതായത് ഈ പലരും പറയുന്നത് പോലെ, ആവശ്യപ്പെടുന്നത് പോലെ അടിക്ക് ഒരു സൈനിക നീക്കത്തിലൂടെ തിരിച്ചടി എന്നതല്ല, പകരം ഇന്ത്യ നേരത്തെ തന്നെ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ചില ആവശ്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സിന്ധു നദീജല കരാർ. ആ കരാറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ ഉടമ്പടി മരവിപ്പിക്കുന്നതിനുള്ള തീരുമാനം ഇപ്പോൾ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗം കൈക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾ പഴക്കമുള്ള കരാറാണിത്. 1960-ലാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഫീൽഡ് മാർഷൽ അയ്യൂബ് ഖാനുമായി കറാച്ചിയിൽ ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. അതിനു മുമ്പ് തന്നെ, സ്വാതന്ത്ര്യാനന്തരം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഭിന്നതകൾ, തർക്കങ്ങളൊക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്നു. നേരത്തെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇരു രാജ്യങ്ങളിലൂടെയും ഒഴുകിയിരുന്ന നദികളാണ്. ആ നദികളാണ് പിന്നീട് സ്വാതന്ത്ര്യാനന്തരം തർക്കങ്ങളുടെ തന്നെ ഒരു കേന്ദ്ര ബിന്ദുവായി മാറിയത്. പിന്നീട് ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിലാണ് ഈ പ്രശ്ന പരിഹാരത്തിന് അന്ന് വഴിയൊരുങ്ങിയത്. കാരണം ലോക ബാങ്കിൻ്റെ സഹായത്തോടുകൂടി ജലവൈദ്യുത പദ്ധതികൾ അടക്കം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനുമൊക്കെ അന്ന് സമീപിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കുന്നതിന് മുൻകൈ എടുക്കാമെന്ന് ലോക ബാങ്ക് അന്ന് നിശ്ചയിക്കുകയും രണ്ടു രാജ്യങ്ങളും തമ്മിൽ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തത്. പലതവണ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 3 തവണ വലിയ യുദ്ധങ്ങൾ തന്നെ ഉണ്ടായി. ആ യുദ്ധകാലത്തൊന്നും തന്നെ ഈ കരാറിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഒരു സഹകരണത്തിൻ്റെ കരാർ എന്ന ഒരു മാതൃക ഉയർത്തിക്കാട്ടിയിരുന്നതാണ്. പക്ഷേ സമീപകാലത്തായി പാകിസ്ഥാൻ്റെ പ്രകോപനം കൂടുതൽ ശക്തമായി വരുന്നു. ഈ ആവശ്യം, അതായത് നദീജല കരാറിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ രാജ്യത്തിനകത്ത് നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഈ കരാറിൽ നിന്ന്, അതായത് സിന്ധു നദിയുടെ പോഷക നദികൾ, കിഴക്കൻ മേഖലയിലുള്ള നദികൾ നേരത്തെ തന്നെ ഇന്ത്യയുടെ പക്കലാണ്. പടിഞ്ഞാറൻ മേഖലയിലുള്ള സിന്ധു, ചെനാബ്, ഝലം ഈ നദികളിലെ വെള്ളത്തിൻ്റെ അവകാശം കൂടി ഇന്ത്യക്കാവുകയാണ്. അടുത്തിടെ ഇന്ത്യ സ്ഥാപിച്ച കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതിക്കും നിർമ്മാണത്തിലിരിക്കുന്ന രത്ലം പദ്ധതിക്കുമൊക്കെ സഹായകമായിരിക്കും ഈ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ തീരുമാനമെന്ന് നിസ്സംശയം പറയാം. മറ്റു നടപടികളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. വിജയകുമാർ. സേനാ വിഭാഗങ്ങൾ വലിയ ജാഗ്രതയിൽ തന്നെയാണ്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നത് നേരത്തെ തന്നെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സൈനിക നീക്കങ്ങളിലൂടെയുള്ള ഭീകരവിരുദ്ധ നടപടികൾ ഉണ്ടാകും, അത് ഇതിൻ്റെ പിറകെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളും വ്യക്തമാക്കുന്നത്. ബി ദിലീപ് കുമാറും ശ്രീനാഥ് ചന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ കാർഗിൽ യുദ്ധ സമയത്ത് ഈ കരാർ റദ്ദാക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നതാണ്. പക്ഷെ അന്ന് പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടിക്കേണ്ട എന്നതായിരുന്നു അന്നത്തെ സർക്കാരിൻ്റെ തീരുമാനം. പക്ഷേ സാഹചര്യം മാറിയിരിക്കുന്നു. കടുത്ത നടപടി വേണമെന്ന സമ്മർദ്ദം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് ആ സിന്ധു നദീജല കരാറിൽ നിന്നുള്ള ഇന്ത്യയുടെ പിന്മാറ്റം. ഇത് ദൂരവ്യാപക പ്രത്യാഘാതം പാകിസ്ഥാനിൽ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ആദ്യ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതിനോടുള്ള പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ.